എല്ലാവർക്കും സ്വാഗതം യൂണിക്കോൺ എജു സീരീസിലേക്ക്. സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള സെറ്റ് എക്സാം ഫിസിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ്. സോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൺസ്ട്രെയിൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരള PSCയുടെ പ്രിലിംസ് എക്സാമും അല്ല അതുപോലെ 10th മെയിൻ എക്സാമൊക്കെ വരാനിരിക്കുകയാണ്. സോ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. സോ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അക്കാദമിയുടെ ബാച്ച് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് അവരുടെ 60 days കേട്ടറ്റ് കാറ്റഗറി 1 വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും കേട്ടറ്റ് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അക്കാദമിയുടെ ആപ്പ് സജസ്റ്റ് ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ ജേതാവ് എന്നുള്ള 100 days ബാച്ച് കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് LDCയുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ്, 10th ലെവലിൻ്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരുപാട് പേര് ക്ലാസ് എടുക്കുന്നുണ്ട്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. സോ അതുപോലെ LDC എക്സാമിനും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 60 day ബാച്ച് കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദൗത്യം എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ HSI ഇംഗ്ലീഷിന് HSI ഇംഗ്ലീഷിന് 27th April അവർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ക്ലാസ്സസും നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. സോ ഇതിനെല്ലാം ബേസിസിലും നിങ്ങൾക്ക് എല്ലാ ബാച്ച് കോഴ്സിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ആ ടെസ്റ്റ് സീരീസിൽ ദൗത്യത്തെ ബേസ് ചെയ്തിട്ട് 20 minutes 20 questions എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് 15th May വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും 9 സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ട് ആ 20 questions പങ്കെടുക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തു നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്ലസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റായ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എക്സാം പ്രിപ്പറേഷനാണ് അക്കാദമിയുടെ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സിലബസ് കവറേജും ഫ്രീ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുമാണ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 year നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മെഗാ ബമ്പർ ഓഫർ ഉണ്ട്. 2 months സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, ഫ്രീ ആയിട്ട് ലഭിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ആദ്യത്തെ 300 പേർക്ക് മാത്രമേ അങ്ങനെ 2 മാസത്തെ സബ്സ്ക്രിപ്ഷൻ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ PSCക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ HSIക്കോ കേട്ടറ്റിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അക്കാദമിയുടെ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ 300-ൽ ഒരാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ശ്രദ്ധിക്കുക, ഓഫർ വാലിഡ് ഫ്രം 1st May to 15th May. സോ ഇന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10% ഓഫർ കിട്ടുന്നതാണ്. ആ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു റെഫറൽ കോഡ് യൂസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ റെഫറൽ കോഡായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരായ യൂണിക്കോൺ എജു സീരീസിന് ടൈപ്പ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് 10% ഓഫർ കിട്ടും. സോ PSCക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേട്ടറ്റിനും വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇന്ന് തന്നെ പ്ലസ് അക്കാദമിയുടെ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൺസ്ട്രെയിൻറ്റ്സ്, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് കൺസ്ട്രെയിൻറ്റ്സ്? The limitations on the motion of a system are called constraints and the motion is said to be constrained motion. അങ്ങനെ ഒരു മോഷനെ നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് ആ മോഷനെ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണമായി നമ്മളൊരു സിമ്പിൾ പെൻഡുലം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു സ്ട്രിങ്, അതായത് നമ്മളൊരു നൂല് കേട്ടിട്ടുണ്ടാകും. ആ നൂലിന് നമ്മളൊരു ഫിക്സഡ് ലെങ്ത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ആ ലെങ്ത്ത് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ആ ഒരു ഫിക്സഡ് ലെങ്ത്തിൽ മാത്രമേ അല്ലെങ്കിൽ അതിനെ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. So then coming to the point, degrees of freedom. The degrees of freedom of a dynamical system is defined as the minimum number of independent coordinates or variables
required to specify the system compatible with the constraints. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എത്രയാണെന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. പക്ഷേ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എപ്പോഴും നമ്മൾ കൺസ്ട്രെയിൻറ്റ് എത്രയാണോ കൺസ്ട്രെയിൻറ്റ് ഉള്ളത് അത് കുറച്ചിട്ടുള്ളതായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. സോ എങ്ങനെയൊക്കെയുള്ള കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ എന്താണെന്ന് നോക്കാം. So if we can express the constraints in the form of an equation, then they are called holonomic constraints. So holonomic constraints എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രെയിൻസിന് ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ ഹൊളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. അതിന് ഉദാഹരണമാണ് റിജിഡ് ബോഡി, സിമ്പിൾ പെൻഡുലം എന്നിവയൊക്കെ. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് f(r1, r2, r3, etc. t = 0 എന്നുള്ള ഫോമിലായിരിക്കും ആ ഇക്വേഷൻ വരിക. രണ്ടാമത്തെ പോയിന്റ്, ദ കൺസ്ട്രെയിൻസ് വിച്ച് ആർ നോട്ട് എക്സ്പ്രസിബിൾ ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ ഈസ് കോൾഡ് ദ നോൺ ഹൊളോണോമിക് കൺസ്ട്രെയിൻസ്. നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ്റെ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ കൺസ്ട്രെയിനിനെ നോൺ ഹൊളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കും. അതിന് ഉദാഹരണമാണ് റോളിംഗ് ഡിസ്ക്. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ജനറലായിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു ഇക്വേഷനാണ് ഇഫ് n is the number of particle and m is the number of constraints, the degrees of freedom is equal to 3n minus m. അതായത് നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിൾസ് n ആണെങ്കിൽ അവിടെ m കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും അവർ തമ്മിലുള്ള കൺസ്ട്രെയിൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ m എന്നിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n minus m ആണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഡയറ്റോമിക് ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പം 2 പാർട്ടിക്കിൾസ് ഉണ്ടാവും, അവ തമ്മിൽ ഒരു കണക്ട് ചെയ്തിട്ട് ഒരു റോഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെയുള്ള സ്ട്രക്ചറിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് അവർ തമ്മിലൊരു റോഡ് തമ്മിൽ കൺസ്ട്രെയിൻഡ് ആയതുകൊണ്ട് അവർ തമ്മിലൊരു റോഡ് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ കൺസ്ട്രെയിൻസ് 1 ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും, 3 × 2 - 1 which is equal to 5. അപ്പോൾ ഡയറ്റോമിക് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആയിരിക്കും. ആ 5 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ട്രാൻസ്ലേഷണൽ മോഷനും അതുപോലെ 2 റൊട്ടേഷണൽ മോഷനും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഡയറ്റോമിക് പാർട്ടിക്കിൾ 2 പാർട്ടിക്കിൾ ഒരു റോഡ് വെച്ച് കണക്ട് ചെയ്ത രീതിയിലുള്ള ഒരു ഡയറ്റോമിക് ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഇസഡ് ആക്സിസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 ട്രാൻസ്ലേഷണൽ മോഷൻ അതിനുണ്ട്. നമ്മൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ വൈ ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, സെഡ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ആക്സിസിലാണ് അത് ലൊക്കേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന സാധനം എക്സ് ആക്സിലാണ് വെച്ചത് കൊണ്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എക്സ് ആക്സിസിൽ 0 ആയതുകൊണ്ട് അതിന് എക്സ് ആക്സിസിൽ ഒരു റൊട്ടേഷൻ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് 2 റൊട്ടേഷണൽ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ആകെ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഡയറ്റോമിക് ഗ്യാസിൽ വരുന്നത്. ഇനി വരുന്ന കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് റിയോണോമസ് കൺസ്ട്രെയിൻ ആണ്. അത് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നോൺ ഹൊളോണോമിക് കൺസ്ട്രെയിനെ പറയുന്നതാണ് റിയോണോമസ് കൺസ്ട്രെയിൻ. പിന്നെയുള്ളത് സെലറോണോമസ് കൺസ്ട്രെയിൻ്റ് ആണ്. അത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ ഹൊളോണോമിക് കൺസ്ട്രെയിനെ പറയുന്ന പേരാണ്. ഇത്രയുമാണ് നമുക്ക് കൺസ്ട്രെയിനെ കുറിച്ച് ജനറലായിട്ട് പഠിക്കാനുള്ളത്. സോ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ആൻ ആൻഡ് ഫ്രീ ടു മൂവ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്ഫിയർ. സോ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ സ്പെസിഫൈ ചെയ്യാവുന്ന കോർഡിനേറ്റ്സ്. നമ്മുടെ സ്ഫിയർ ആണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് r, θ, φ. റേഡിയസ്, അതിൻ്റെ തീറ്റ, അതുപോലെ തന്നെ ഫൈ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കൃത്യമായി ആൻസർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് മൂവ് ചെയ്യുന്നത് സ്ഫിയറിൻ്റെ സർഫസിലാണ്. സോ സ്ഫിയറിൻ്റെ സർഫസിലേക്ക് മാത്രമാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ തീറ്റ ആയാലും ഫൈ ആയാലും നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റേഡിയസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതിൻ്റെ സർഫസിൽ മാത്രമാണ് നമ്മുടെ ആൻഡിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആൻഡിൻ്റെ ആ ഒരു റേഡിയസ് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് ഫിക്സഡ് ആണ്.
അതുകൊണ്ട് നമുക്ക് കൺസ്ട്രെയിൻസ് ഇവിടെ 1 ആയിരിക്കും. സോ നമ്മുടെ പാർട്ടിക്കിൾ ആൻഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 3 × 1 - 1 എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ 2 ആണ്. ഓപ്ഷൻ സി 2 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2016 സെറ്റ് എക്സാമിന് വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ റിജിഡ് ബോഡി ഈസ്. റിജിഡ് ബോഡിയുടെ കേസ് പറയുമ്പോഴാണ് അവിടെ 3n പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ റിജിഡ് ബോഡിയുടെ കേസ് പറയുവാണെങ്കിൽ അവിടെ n പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. n പാർട്ടിക്കിൾസിൽ 3n - 6 കൺസ്ട്രെയിൻസ് ആണ് ഉണ്ടാവുക. സോ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 3n - 3n - 6 എന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 ആണ്. സോ ഓപ്ഷൻ ബി 6 ആണ് ഇവിടുത്തെ ആൻസർ. സോ ഓർക്കുക, ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ റിജിഡ് ബോഡി ഈസ് ഓൾവേസ് 6. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. സോ ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ ഫൈനൈറ്റ് റൊട്ടേഷൻസ് ഓഫ് എ റിജിഡ് ബോഡി കമ്മ്യൂട്ട്. രണ്ടാമത്തത് എ റിജിഡ് ബോഡി ഹാസ് ഓൺലി 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മൂന്നാമത്തത് ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻസ് ഓഫ് എ റിജിഡ് ബോഡി ഡു നോട്ട് കമ്മ്യൂട്ട്. നാലാമത്തത് ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻസ് ഓഫ് എ റിജിഡ് ബോഡി കമ്മ്യൂട്ട്. സോ ഇതിൽ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഏതായിരിക്കും ഏകദേശം ഇതിൻ്റെ ആൻസറായിട്ട് വരിക എന്ന് നമുക്കറിയാം. ഓപ്ഷൻ ബി എന്തായാലും തെറ്റാണെന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിച്ചിരിക്കും. സോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡെസിമൽ റൊട്ടേഷൻസ് ഓഫ് എ റിജിഡ് ബോഡി കമ്മ്യൂട്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. സോ ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സെറ്റ് 2017 2 എക്സാമൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ രണ്ടാമത്തെ എക്സാമിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് റിഗാർഡിംഗ് ടു ദ ഫേസ് സ്പേസ് ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം. സോ ഇതിൽ ഫേസ് സ്പേസിനെ കുറിച്ചിട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫോർ എ സിസ്റ്റം വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ദ ഫേസ് സ്പേസ് ഈസ് 2n ഡയമെൻഷണൽ. അത് കറക്റ്റാണ്. രണ്ടാമത്തത് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് അലോങ് എനി ട്രജക്ടറി ഇൻ ഫേസ് സ്പേസ്. അതും കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ദ ഫേസ് സ്പേസ് ട്രജക്ടറീസ് ഓഫ് എ സിസ്റ്റം ക്യാൻ ഇൻ്റർസെക്ട് ഈച്ച് അതർ. അത് തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫേസ് സ്പേസിനെ കുറിച്ചിട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. So then coming to the next question, a system of n particles is forced with k constraints, then the degree of freedom of the system is. 2018 ക്വസ്റ്റ്യൻ ആണ്. വളരെ ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഒട്ടും ശങ്ക കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയാണ് ഇത്. വളരെ ജനറലായിട്ട് നമ്മളിപ്പോൾ പഠിച്ച രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. n പാർട്ടിക്കിൾസ് ഉണ്ട്, അവ k കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള, അവർക്ക് k എന്ന കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെങ്കിൽ അവയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 3n - k എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ 2018 മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ മാസ് പോയിന്റ് കൺസ്ട്രെയിൻ ടു മൂവ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സോ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്നാണ്. സോ ഇവിടെ കൺസ്ട്രെയിൻസ് വരുന്നത് 2 ആണ്. 2 കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ വരുന്നത്. എന്തു തന്നെ നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് സ്ഫിയർ അല്ല സർക്കിളാണ്. അതുകൊണ്ട് ആകെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ തീറ്റ മാത്രമായിരിക്കും. ഫൈ ആയാലും റേഡിയസ് ആയാലും ഇവിടെ ഫിക്സ്ഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 2 കൺസ്ട്രെയിൻസ് വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുമ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്ത് വരുമ്പോൾ 3 × 1 ഇവിടെ നമ്പർ ഒരു മാസ് പോയിൻ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 3 × 1 - 2 = 1. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 എന്നാണ്. സോ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. സോ ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of degrees of freedom for a mass point suspended by an extensible string and constrained to move in a plane are. ചോദ്യം കൃത്യമായി ശ്രദ്ധിക്കുക. എക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ പെൻഡുലമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലെങ്ത്ത് ഫിക്സഡ് അല്ല. പക്ഷേ കൺസ്ട്രെയിൻ ടു മൂവ് ഓൺ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ ആണെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഡിഗ്രീസ് ഓഫ് ഒരു കൺസ്ട്രെയിൻ്റ് അവിടെ പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിനിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിളിൽ 1 ആണ്. ഒരു മാസ് പോയിന്റിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ 2018 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, സോ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുമ്പം 3 × 1 - 1. 1 ആണ് പ്ലെയിൻ ആയതുകൊണ്ട് 1 ആണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. സ്ട്രിങ് എക്സ്റ്റെൻസിബിൾ ആയതുകൊണ്ടും അവിടുത്തെ ഒരു കൺസ്ട്രെയിൻറ്റ് നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. സോ 3 - 1 = 2. ഓപ്ഷൻ ബി 2 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നിന്ന് നമുക്കിതിൽ കിട്ടും. So coming to the next question, a number of degrees of freedom for a particle constrained to be stationary at the point x = 1, y = -1 in the xy plane is. So ഇത് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ പോയിന്റ് ഈസ് സ്റ്റേഷനറി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനറി അറ്റ് ദ പോയിന്റ്, ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x = y, y = -1 എന്ന പോയിന്റിൽ ആ പാർട്ടിക്കിൾ സ്റ്റേഷനറി ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനറി ആയതുകൊണ്ട് അവിടുത്തെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് എന്നാണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ നോൺ ഹോളോണോമിക് സിസ്റ്റം താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ബി, കൺസ്ട്രെയിൻസ് ആർ ഇമ്പോസ്ഡ് ആൻഡ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമ്മൾ ഇതുപോലുള്ള റിപ്പീറ്റഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഇടയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും എല്ലാ വീഡിയോയും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ KSET ഫിസിക്സിൻ്റെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ടെലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഒരുപാട് പേര് അവിടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അവിടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും അതുപോലെ ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.